വെൽക്കം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്പം ഗൗരവമുള്ള എന്നാൽ നമ്മുടെയെല്ലാം ജീവിതത്തെ ഒരുപോലെ സ്പർശിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ സ്വപ്നങ്ങളെയും സമാധാനത്തെയും കാർന്നു തിന്നുന്ന ഒരു ചിതലിനെക്കുറിച്ച്. അതാണ് കടം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടന്നാൽ എന്താണ് അവസ്ഥ? പന്തലിൻ്റെ വലുപ്പം, സദ്യയുടെ വിഭവങ്ങളുടെ എണ്ണം, വധു അണിഞ്ഞിരിക്കുന്ന സ്വർണത്തിൻ്റെ തൂക്കം, എല്ലാം ഒരു മത്സരമാണ്. അയൽപ്പക്കത്ത് രാജൻ്റെ മകളുടെ കല്യാണത്തിന് 10 പവൻ മാലയിട്ടെങ്കിൽ എൻ്റെ മകൾ ചുരുങ്ങിയത് 12 പവനെങ്കിലും വേണമെന്നുള്ള ചിന്താഗതി. ബാങ്കിൽ നിന്ന് ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്നു. വീട് വയ്ക്കുന്നതോ 4 പേർക്കുള്ള കുടുംബത്തിന് 6 മുറിയുള്ള വീട്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അവസാനം ആ വീടിൻ്റെ ഉമ്മറത്ത് സമാധാനമായി ഒന്നിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. കാരണം നമ്മുടെ തലയ്ക്ക് മുകളിൽ ജപ്തി നോട്ടീസിൻ്റെ വാൾ തൂങ്ങിയാടുന്നുണ്ടാവും. ഇത് കേരളത്തിൻ്റെ മാത്രം കഥയാണ്. റിസർവ് ബാങ്കിൻ്റെ കണക്കുകൾ നമ്മെ ഞെട്ടിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഹിക കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണ് നമ്മുടെ കൊച്ചു കേരളം. ഓരോ ശരാശരി മലയാളി കുടുംബത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾ ഇത്രയധികം കടക്കണിയിലേക്ക് അകപ്പെടുന്നത്? ഒന്നാമത്തെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രദർശിപ്പിക്കാനുള്ള താല്പര്യമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ആളാകാനുള്ള ഒരാഗ്രഹം. നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന ഒരൊറ്റ ചോദ്യമാണ് പലപ്പോഴും നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടല്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രെഡിറ്റ് കാർഡുകളും ഇപ്പോൾ വാങ്ങി പിന്നെ പണം അടയ്ക്കാം, ബൈ നൗ പേ ലേറ്റർ പോലുള്ള സൗകര്യങ്ങളും ഈ തീയിലേക്ക് എണ്ണയൊഴിക്കുകയാണ്. ഒരു ക്ലിക്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും വീട്ടിലെത്തുന്നു. അതിൻ്റെ ബില്ല് വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ബോധം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാരണം ജീവിതചെലവിനുണ്ടായ ഭീമമായ വർധനവ്. വിദ്യാഭ്യാസം, ചികിത്സ, നിത്യോപക സാധനങ്ങളുടെ വില എല്ലാം കുതിച്ചു വരികയാണ്. ഒരു സാധാരണക്കാരന് വരുമാനം മാത്രം കൊണ്ടോ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. മക്കളുടെ നല്ല വിദ്യാഭ്യാസത്തിനോ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കോ വേണ്ടി കടം വാങ്ങേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമുക്കിടയിലുണ്ട്. മൂന്നാമതായത് സാമ്പത്തിക ആസൂത്രണങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. വരവറിഞ്ഞ് ചിലവഴിക്കുക എന്ന് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മളിൽ എത്ര പേർക്ക് കൃത്യമായി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി ജീവിക്കാൻ അറിയാം? ശമ്പളം കിട്ടുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ലോണിൻ്റെ EMI, ക്രെഡിറ്റ് കാർഡ് ബില്ല് ഇതെല്ലാം കൊടുത്തു തീരുമ്പോൾ കയ്യിലൊന്നും ബാക്കി ഉണ്ടാവില്ല. അടുത്ത ശമ്പളം വരെ പിടിച്ചു നിൽക്കാൻ വീണ്ടും കടം. ഇതൊരു വിഷ്യ സൈക്കിൾ പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. സുഹൃത്തുക്കളെ, ഈ അവസ്ഥ ഭയാനകമാണ്. കടം നമ്മുടെ ഉറക്കം കെടുത്തും, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും, നമ്മുടെ മാനസികാരോഗ്യത്തെ തകർക്കും. എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ കടക്കണിയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. അതിനു വേണ്ടത് ചില ചിട്ടയായ പ്രവർത്തികളും ഉറച്ചൊരു മനസ്സുമാണ്. ആ വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പടി, കടത്തെ മുഖാമുഖം കാണുക. അക്നോളജ് യുവർ ഡെപ്റ്റ്. ഒട്ടകപക്ഷിയെ പോലെ മണലിൽ തലപൂഴ്ത്തിയിരുന്നാൽ പ്രശ്നം തീരില്ല. നിങ്ങളുടെ കടം എത്രയാണെന്ന് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങൾക്ക് ആർക്കൊക്കെ കടം കൊടുക്കാനുണ്ട്, എത്ര രൂപ കൊടുക്കാനുണ്ട്, ഓരോ ലോണിൻ്റെയും പലിശ നിരക്ക് എത്രയാണ്, ക്രെഡിറ്റ് കാർഡ് ബിൽ, പേഴ്സണൽ ലോൺ, ഭവന വായ്പ, സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിയത്, ഇതെല്ലാം എഴുതുക. ഒന്നും വിടാതെ എഴുതുക. ആ മൊത്തം തുക കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തലകറങ്ങിയേക്കാം. സാരമില്ല, പ്രശ്നം തിരിച്ചറിയുക. പരിഹാരത്തിലേക്കുള്ള ആദ്യത്തെ ചുവട് പ്രശ്നത്തെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കുക എന്നതാണ്. രണ്ടാമത്തെ പടി, പുതിയ കടങ്ങൾ ഒഴിവാക്കുക. സ്റ്റോപ്പ് ടേക്കിംഗ് ന്യൂ ഡെപ്റ്റ്. ഇതൊരു പ്രതിജ്ഞയായി എടുക്കണം. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുതിയ കടം വാങ്ങുകയില്ല. അത്യാവശ്യമില്ലാത്ത ക്രെഡിറ്റ് കാർഡുകൾ മുറിച്ച് കഷ്ണങ്ങളാക്കി കളയുക. പുതിയൊരു ഫോൺ ഇറങ്ങുമ്പോൾ, പുതിയൊരു കാർ മോഡൽ വരുമ്പോൾ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് ജീവിക്കാൻ ശീലിക്കുക. ഇതൊരു തപസ് പോലെ കഠിനമായിരിക്കണം, പക്ഷേ ഫലം മധുരമുള്ളതായിരിക്കും. മൂന്നാമത്തെ പടി, ഒരു നാടൻ ബഡ്ജറ്റ് ഉണ്ടാക്കുക. ക്രിയേറ്റ് എ സിമ്പിൾ ബഡ്ജറ്റ്. വരവ് ചിലവ് കണക്ക് വളരെ ലളിതമാണ്. നിങ്ങളുടെ മാസ വരുമാനം എത്രയാണെന്ന് ഒരു വശത്ത് എഴുതുക, മറുവശത്ത് നിങ്ങളുടെ ചിലവുകൾ എഴുതുക. വീട്ടുവാടക, ഭക്ഷണ സാധനങ്ങൾ, കറണ്ട് ബിൽ, ഫോൺ ബിൽ, കുട്ടികളുടെ ഫീസ്, യാത്രാ ചിലവ് എന്നിങ്ങനെ എല്ലാം എഴുതുക. ഇതിൽ 2 തരം ചിലവുണ്ട്. ഒന്ന് ഒഴിവാക്കാൻ പറ്റാത്തവ, 2 നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നവ. സിനിമ കാണുന്നത്, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുന്നത്, ഇതൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പരമാവധി കുറയ്ക്കാൻ സാധിക്കും. ഓരോ മാസവും നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക കടം വീട്ടാൻ മാറ്റി വയ്ക്കുക. നാലാമത്തെ പടിയാണ് കടം വീട്ടാൻ ഒരു വഴി തിരഞ്ഞെടുക്കുക. ചൂസ് എ ഡെപ്റ്റ് റീപേയ്മെൻറ്റ് സ്ട്രാറ്റജി. കടം വീട്ടാൻ പ്രധാനമായിട്ടും 2 രീതികളാണുള്ളത്. ഒന്ന് ഡെറ്റ് സ്നോബോൾ, അടുത്തത് ഡെറ്റ് അവലാഞ്ചി മെത്തേഡ്. ഡെറ്റ് സ്നോബോൾ രീതിയിൽ നമ്മൾ ആദ്യം ഏറ്റവും ചെറിയ കടം അടച്ചു തീർക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 5000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലും ഒരു 20,000 രൂപയുടെ ഒരു പേഴ്സണൽ ലോണും ഉണ്ട്. അപ്പോൾ 1,00,000 രൂപയുടെ വാഹന വായ്പയും ഉണ്ടെന്ന് കരുതുക. ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 5000 രൂപയുടെ കടം തീർക്കാനാണ്. അത് അടച്ചു തീരുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ആ പണം കൂടി അടുത്ത ചെറിയ കടം വീട്ടാൻ ഉപയോഗിക്കാം. മലവെള്ളം പോലെ പതുക്കെ ഉരുണ്ടുകൂടി വലുതാവുന്നത് പോലെ നമ്മുടെ ആത്മവിശ്വാസവും കടം വീട്ടാനുള്ള കഴിവും
വർദ്ധിച്ചു വരും. ഡെറ്റ് അവലാഞ്ചി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം വലിയ ലോണാണ് അടിച്ചു ചേർക്കുന്നത്. സാധാരണയായിട്ട് ക്രെഡിറ്റ് കാർഡ് ലോണുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പലിശ. ഗണിതശാസ്ത്രപരമായി നോക്കിയാൽ ഈ രീതിയാണ് ഏറ്റവും ലാഭകരം. കാരണം നമ്മൾ ഉയർന്ന പലിശ വേഗം ഒഴിവാക്കുന്നു. നിങ്ങൾക്ക് ഏത് രീതിയാണോ കൂടുതൽ യോജിച്ചത് അത് തിരഞ്ഞെടുക്കുക. പ്രധാനം ഒരു പദ്ധതി ഉണ്ടാക്കി കൃത്യമായിട്ട് പിന്തുടരുക എന്നതാണ്. 5ാമത്തെ പടി വരുമാനം വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് യുവർ ഇൻകം. ചെലവ് കുറയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട്, എന്നാൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പരിധിയില്ല. നിങ്ങളുടെ പ്രധാന ജോലി കൊണ്ട് മാത്രം കടം വീട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു അധിക വരുമാന മാർഗം കണ്ടെത്തുക. ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓൺലൈൻ ട്യൂഷൻ എടുക്കാം, നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഫ്രീലാൻസിങ് ജോലികൾ ചെയ്യാം, സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാറ്ററിംഗ്, തയ്യൽ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങാം. ഒരു ചെറിയ വരുമാനം പോലും നിങ്ങളുടെ കടം വീട്ടുന്ന പ്രക്രിയയ്ക്ക് വലിയൊരു വേഗത നൽകും. 6ാമത്തെ അവസാനത്തെ പടി എന്ന് പറയുന്നത് ക്ഷമയോടെ മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. കടക്കെണിയിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല, എന്നാൽ വർഷങ്ങൾ തന്നെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഈ യാത്രയിൽ ഒരുപാട് പ്രലോഭനങ്ങളുണ്ടാവും, നിരാശ തോന്നാം, പക്ഷെ തളരരുത്. ഓരോ രൂപ കടം വീട്ടി തരുമ്പോഴും നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് ചൂട് വയ്ക്കുകയാണ് എന്നോർക്കുക. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് കോടീശ്വരനാകുന്നതല്ല, നമ്മുടെ വരുമാനം കൊണ്ട് കടമില്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിതം അവസാനിപ്പിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങാം. നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം കടബാധ്യതകളില്ലാത്തൊരു ഭാവിയാണ്. ഇന്ന് ഈ നിമിഷം നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ കടം എന്ന വിപത്തിൽ നിന്ന് ഞാൻ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കും. അച്ചടക്കത്തോടെ, കഠിനാധ്വാനത്തോടെ, വ്യക്തമായ പദ്ധതിയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ആരും നിങ്ങളെ സഹായിക്കില്ലെന്ന് വന്നേക്കാം, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തിൻ്റെ തീ കെട്ടുപോകാതെ സൂക്ഷിക്കുക. ആ തീയിൽ നിങ്ങളുടെ എല്ലാ കടങ്ങളും ഭസ്മമാകട്ടെ. എല്ലാവർക്കും കടബാധ്യതകളില്ലാതെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല നാളെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.